എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂക്കയോടൊപ്പം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അതിലും അഭിനയിക്കുന്നു. എന്തൊന്നും പറയാത്തെ പറഞ്ഞു വരുന്നില്ല. എത്ര എത്ര കഥാപാത്രങ്ങൾ അല്ലേ മലയാളികൾക്ക് ഒരിക്കലും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് നമ്മളൊരു ആദരവ് നൽകുകയാണ്. അദ്ദേഹത്തിന്റെ പത്മഭൂഷണിന് വേണ്ടിയുള്ള ഒരു ആദരവാണ്. തീർച്ചയായിട്ടും എത്രയോ കാലാകാലങ്ങളായി എത്രയോ അവാർഡ്സ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ തേടിയെത്തുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നും അന്നും അഭിനയത്തെ അത്രയധികം പാഷനോടുകൂടി സ്നേഹത്തോടുകൂടി പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. ചേട്ടാ നമുക്ക് ആദ്യം ഒരു പൊന്നാട അണിയിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ ആശാന്റെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് Mammootty with so much pride and gratitude from Guppy Cinemas and Wayfarer Films. മമ്മൂക്കയുടെ കല നിരവധി കഥകൾക്കാണ് സോളും ജനറേഷൻസിന് ഒരു കാരണവും നൽകിയിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മളുടെ കൂടെ മമ്മൂക്ക ഇവിടെ എത്താൻ കാരണം ആശാൻ എന്ന സിനിമയുടെ ആ ട്രെയിലർ ലോഞ്ച് ആണ്. നമുക്ക് ആ ചടങ്ങിലേക്ക് ക്യാൻ ഐ ഹാവ് ദ ക്ലാപ്പ്? ഇതെല്ലാവർക്കും വളരെ ഫെമിലർ ആയ ഒരു ക്ലാപ്പ് അടിച്ച് നമ്മൾ ട്രെയിലർ ലോഞ്ച് ചെയ്യായിരിക്കും മമ്മൂക്ക. ട്രെയിലറിനും ക്ലാപ്പ്. എല്ലാവരും റെഡിയാണോ? നല്ലൊരു കൈഡിയാവാം. ഗപ്പി സിനിമാസ് ഇൻ അസോസിയേഷൻ വിത്ത് Wayfarer Films presents ആശാൻ. നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പെറുക്കാം. Wayfarer ഫിലിംസിൻ്റെയാണ്, നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. Wayfarer ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടല്ലാണ്, എന്നെ പേടിച്ച് ഞാൻ കടുവാൻ പോലെയൊന്നുമില്ല. പുള്ളി ഒന്ന് ചുമ്മാ രസം, എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് കഴിഞ്ഞ് കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞായിരിക്കും. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവില്ല. നല്ല അഭിനയം കാഴ്ചവെച്ച് ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി. നല്ല ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക്കുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ, ഇപ്പോൾ ഈ ഇന്ദ്രൻസ് എന്നെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചൊന്നുമില്ല. ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷെയ്മിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയ്മായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്ന് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, എൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ, ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിയുന്നില്ല. നല്ല രസമുള്ള സിനിമയാണ്. ഏതായിരിക്കും?
ഷിനിഗാമി, കുട്ടൻ്റെ ഷിനിഗാമി. നിങ്ങളാരും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നെ കളിയാളി കളിച്ചിരിക്കുന്നറിയാം, അന്തം വിട്ടു. നിങ്ങളാരും വിശ്വസിക്കത്തില്ല, ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അതും സൂട്ടും ഒക്കെ ഇട്ട് ഒരു സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയാണ് കേട്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീയോ എന്നും പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യം കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ ഒത്തൊരു സിനിമ, പിന്നൊരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. താങ്ക് യു സോ മച്ച് മാമ. മിസ്സിംഗ് കനകം ടെക്നീഷ്യൻസും വരാം നമ്മളുടെ. വാ ചേച്ചി വാ. സംഗീത, വിവേക്, വിമൽ, അജീഷ് ആന്റോ, വൈഷ്ണവ്, ശ്രീകുട്ടൻ, MR രാജകൃഷ്ണൻ. പിന്നെ എവിടെ ഈ സിനിമയുടെ കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, മലയാള സിനിമയുടെ ആശാന്റെ കൂടെ. തൗഫീഖ്, VFX ടീം കം.